ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 24 വരെയുള്ള വാക്യങ്ങൾ. Parable of lame excuses. A parable of missing the opportunity. The biggest problem of Christian life is a slow leak. The flame on the altar is dying out. When we accepted Jesus Christ at the beginning, on the day we accepted Jesus Christ, we were so enthusiastic in our spiritual lives. And no power was there to quench our zeal. We were so enthusiastic. We were so zealous for God. But years went by. We had to examine our lives whether we show the same zeal and enthusiasm for spirituality for the sake of Jesus and for the sake of the kingdom. There are many aspects in our lives that may cause to die out the spiritual zeal in our lives. ആത്മീക ജീവിതത്തിൽ സ്പിരിച്വൽ ആവേശം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും. രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്ക് ആവേശമുണ്ടായിരുന്നു. ആത്മീകതയ്ക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ദൈവമക്കളായിരുന്നു. എന്നാൽ ദിവസങ്ങൾ ചെല്ലും തോറും, മാസങ്ങൾ ചെല്ലും തോറും ഈ ആത്മീകതയുടെ സീല് കുറഞ്ഞിട്ട് യാഗപീഠത്തിലെ തീയുടെ ചൂട് കുറഞ്ഞ തീയ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകും. And the same thing happened in the first century Christians also. And it is happening all through the centuries. I'm not blaming some people today because it is happening all through the history. ചരിത്രം പഠിക്കുമ്പോഴെല്ലാം നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. And one of the reasons why the people were lazy towards the end of the Christian era was that they expected that Jesus would come in their generation, but Jesus did not come. So then what happened? The spirituality and the zeal for spirituality died out. ഇതാണ് സംഭവിച്ചത്. അപ്പം നാളെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഏപ്രിൽ മാസം 25-ാം തീയതി കർത്താവ് തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞാൽ ഉറപ്പായി ഏപ്രിൽ 25-ന് കർത്താവ് വരുമെന്ന് നമ്മുടെ ആവേശം എന്തായിരിക്കും? ഇപ്പോൾ കാണുന്ന ആവേശമല്ലായിരിക്കാം. വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു ഏപ്രിൽ 25-ന് കർത്താവ് വരും, ഉറപ്പാണ്. നമ്മുടെ ആവേശം ഇതല്ലായിരിക്കും. നമ്മൾ ഇത് കൂടുതൽ ആവേശം കാണിക്കും, കാരണം കർത്താവിൻ്റെ വരവിന് പോകേണ്ടേ. സോ എന്താ സംഭവിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്പിരിച്വൽ സീൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ സ്പിരിച്വൽ സീൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എന്താ ദൈവം ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കത്തലാണ് അകത്ത് എല്ലായ്പ്പോഴും ദൈവമക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. സോ ദ റിന്യൂവൽ, വി നീഡ് ദ റിന്യൂവൽ എവറി ഡേ ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്. നോട്ട് വൺസ് എ ഇയർ, no once a month. Every day there should be a renewal from the Holy Spirit so that we can maintain the same spirituality, the same zeal in our lives. So unless and until the power of the Holy Spirit is within us, dear children of God, we will lose the zeal and enthusiasm in our Christian life. We will become fatigued. നാം ക്ഷീണിതരായി പോകും ക്രിസ്തീയ ജീവിതത്തിൽ. പക്ഷേ ഇന്ന് പകൽ ആവർത്തിച്ച് ദൈവവചനം പറഞ്ഞു, if you are a serious student of the Bible, repeatedly Bible says that don't be lazy, don't become fatigued. നിങ്ങൾ ക്ഷീണിതരാകുക. എപ്പോഴും വചനം പറയുന്നു alert, be alert. യേശു കർത്താവ് പറഞ്ഞ ഉപമകളെല്ലാം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കുക. ഇന്ന് പകൽ ശാലോ സഭയോടുമുള്ള ദൈവത്തിന്റെ വചനമാണ്, ബി അലേർട്ട്, ഉണർന്നിരിക്കുക. എല്ലായ്പ്പോഴും ആ തീഷ്ണതയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമെന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്തോത്രം. യേശു കർത്താവിന്റെ ആഗമനമായ പാരബിൾസ്, 40 പാരബിൾസ് are there.
And among these 40 parables, there were 13 parables Jesus exclusively shared with regard to the kingdom of God. When you read some chapters, especially chapter 13 of Matthew and then other chapters in Luke and Mark, exclusively they were parables Jesus taught about the kingdom of God. അത് 13 പാരബിൾസ് യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ദൈവരാജ്യത്തെ ഉന്നയിക്കുവാൻ വേണ്ടി, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഉപമിച്ചിരിക്കുന്ന പാരബിളാണ് ഇതെല്ലാം. യേശു കർത്താവിനെ കുറിച്ച് പ്രവചനങ്ങൾ ഉണ്ടല്ലോ, ഏതാണ്ട് 302. There were 302 prophecies concerning Jesus Christ from the birth to the death of Jesus Christ. 302 പ്രവചനങ്ങളുണ്ട്. യേശു കർത്താവ് എവിടെ ജനിക്കുമെന്ന്, എപ്രകാരം അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമെന്ന്, ഈ കാര്യങ്ങളെല്ലാം പ്രവചനാത്മാവിലാണ് ഓരോ കാര്യങ്ങളും യേശു കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന. മരണത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച്, അത് സ്വർഗാരോഹണത്തെക്കുറിച്ചെല്ലാം, സ്വർഗീയമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം കാണുവാനായിട്ട് കഴിയുന്നു. Among these 302 prophecies, one of the prophecies was that he will open his mouth to share parables. വായിച്ചിട്ടുണ്ടോ? യെസ്. ആ 302 പ്രവചനങ്ങൾ, ഒരു പ്രവചനമാണ് കർത്താവിനെ കുറിച്ചുള്ളത്. അവൻ ഉപമകൾ സംസാരിക്കുവാൻ വായ തുറക്കും. ഉപമകൾ സംസാരിക്കും. അപ്പോൾ യേശു കർത്താവ് പറയുന്ന ഉപമകൾ സംസാരിക്കാൻ വായ തുറക്കുമെന്ന് പറയുന്നത് പോലും പ്രവചന നിവർത്തിയായിരുന്നു. ശ്രദ്ധിക്കും ഇവിടെ പ്രിയ സഹോദരങ്ങളെ, പ്രവചനം ആകെ 3/4 മണിക്കൂർ ദൈവവചനം കേൾക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ 102 പ്രവചനങ്ങളിലെ ഒരു പ്രവചനമാണ് യേശു കർത്താവ് പ്രവചനങ്ങൾ അല്ലെങ്കിൽ വായ തുറക്കും, എന്താണ്, ഉപമകളെ പറയുവാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. We have to examine our lives when we understand and listen to this word. So what was the context of this passage? 14th chapter of Luke. And there was a great feast, a great dinner, great supper arranged by a great Pharisee during the time of Jesus Christ. And it was on the Sabbath day. ഒരു ശബത്ത് ദിവസത്തിൽ യേശു കർത്താവ് ഒരു വലിയ സദസ്സിൽ ചെന്നെത്തുകയാണ്. It is the dinner specially made for elite. എന്ന് പറഞ്ഞാൽ ഉന്നതമായ സമൂഹത്തിൽ സ്ഥാനമുള്ളവർക്ക് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സപ്പറാണ്, ഒരു ഗ്രേറ്റ് സപ്പർ, ഒരു ഫീസ്റ്റ് ആയിരുന്നു. അതാണ് നമുക്ക് ഒന്നാം വാക്യത്തിൽ വായിക്കുന്ന. പരീശന്മാർ ഒരുത്തൻ തൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുവാൻ ശബത്തിൽ ചെന്നപ്പോൾ, സോ ഇറ്റ് വാസ് എ എലീറ്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഒരു വലിയ ഭക്ഷണമാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീസ്റ്റാണ്. Then one of the questions that we face here, why then Jesus was invited here? യേശുവിനെ ക്ഷണിച്ചിട്ടാണ് വന്നത്. ആരാ ക്ഷണിച്ചത്? പരീശന്മാരാണ് ക്ഷണിച്ചത്. സാധാരണ രീതിയിൽ യേശു കർത്താവിനെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കുക പതിവില്ലാത്ത കാര്യമാണ്. പരീശന്മാരും ന്യായശാസ്ത്രിമാരും കൂടുന്നിടത്ത് യേശുവിനെ ക്ഷണിക്കുന്ന പതിവില്ല. ചില ഭവനങ്ങളിൽ മാത്രമേ യേശുവിനെ ക്ഷണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ക്ഷണിച്ചത് not because of their courtesy. It is not because they wanted Jesus to be the part of there, but Jesus was invited so that they would question Jesus. Why? Because there is a paradoxical statement here. എന്താ വായിക്കുന്നത്? 2ാം വാക്യം വായിച്ചാട്ടെ. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. എ മാൻ ഹു വാസ് സഫറിംഗ് ഫ്രം ഡ്രോപ്സി. ശ്രദ്ധിക്കൂ, ആരാ ഈ ഗ്രൂപ്പ്? ഈ ഗ്രൂപ്പ് പരീശന്മാരും ന്യായശാസ്ത്രിമാരും അടങ്ങുന്ന വലിയ സമൂഹത്തിലെ വിലപ്പെട്ട ആളുകൾ ഒരുമിച്ച് വന്നിരിക്കുന്ന കൂട്ടം. ഈ കൂട്ടത്തിൽ സാധാരണ രീതിയിൽ ആരും വിളിക്കത്തില്ല, രോഗിയായ ഒരു മനുഷ്യനെ വിളിക്കത്തില്ല. കാരണം അന്നത്തെ കാലത്ത് രോഗം എന്ന് പറയുന്ന പാപത്തിന്റെ പരിണിത ഫലമാണ്. The Pharisees interpreted the sickness as the result of curse of sin.
പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് രോഗവും ശാപങ്ങളും ഉള്ളതെന്ന് അവരെ വ്യാഖ്യാനിച്ചു. പ്രത്യേകിച്ച് കുഷ്ഠരോഗങ്ങൾ, മാറാരോഗങ്ങൾ എല്ലാം ഇപ്പോഴും ശാപമാണ്. ഇവരെ പൊതുവായ സദസ്സിൽ ആരും ക്ഷണിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഈ മനുഷ്യനെ എന്തുകൊണ്ട് ഇവിടെ കൊണ്ട് ഇരുത്തി? കാരണം യേശു വന്നിട്ട് യേശുവിന്റെ മുമ്പിൽ മനുഷ്യനെ ഇരുത്തിയിരിക്കുക. They wanted to know whether Jesus would heal this man on Sabbath. മനസ്സിലായതാ കോണ്ടസ്റ്റ്. യേശുവിനെ സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവിടെ എന്ത് ചെയ്യണം? യേശുവിനെ പിടിക്കണം. ഇവൻ ന്യായപ്രമാണം അനുസരിക്കുമോ? ഇവൻ ലോ അനുസരിക്കുമോ? ഇവൻ ശബത്ത് സൂക്ഷിക്കുമോ? ഇവൻ ശബത്തിൽ ഇവനെ സൗഖ്യമാക്കുമോ എന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് യേശുവിനെ ക്ഷണിച്ചത്, ഈ രോഗിയെ ക്ഷണിച്ചത്. ഉദ്ദേശം നോക്കിയാട്ട് ഇത് യേശുവിന് മനസ്സിലായി. യേശു കർത്താവിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ, നമുക്കാളുടെ ഉദ്ദേശം മനസ്സിലാക്കാത്തത്. യേശു കർത്താവിൻ്റെ ഉദ്ദേശം മനസ്സിലായി. പക്ഷെ പതിവുപോലെ യേശു എന്ത് ചെയ്തു? സൗഖ്യമാക്കിയതിന് ശേഷമായിട്ട്, യേശു കർത്താവ് പറഞ്ഞതിന് ശേഷമായിട്ട്, suddenly there was a response to the message of Jesus Christ. What was the response to the message of Jesus Christ? On the verse 15 we read that അവൻ എന്താ പറയുന്നത്, കൂടെ പന്തിയിൽ ഇരുന്നവൻ ഒരുത്തൻ അത് കേട്ടിട്ട്, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. Blessed is everyone who will eat bread in the kingdom of God. അപ്പോൾ ഈ മനുഷ്യൻ യേശു കർത്താവിൻ്റെ സന്ദേശത്തോട് പ്രതികരിച്ചു. He responded to the message of Jesus Christ. And the response was that blessed is the man who eats from the kingdom of God. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. So then Jesus says this parable as a response and as a reply to the person who made a response. And what was the response to the message? Blessed is the man who eats from the kingdom. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്ന ആ മനുഷ്യനോട് യേശു പറയുന്ന ഉപമയാണിത്. It is a wedding feast. And this wedding feast, there were two invitations. Why, Pastor? There are two invitations for a wedding. In the ancient day, it was a practice. Today, we will make the invitation stating the date and the place, and we will not extend the second invitation, because in the first invitation itself, there is a clear reference to the date and time and then place, and every detail will be there in the invitation. But the ancient day was not in the case as happens today. ഇന്ന് സംഭവിക്കുന്നത് പോലല്ല അന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന. കാരണം there was no clock, there was no calendar, there was nothing to particularize the date here. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് ആദ്യം ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക. The first invitation would be made well in advance. That means you are honored to attend the wedding feast. And they have to look forward the particular day when the invitation would be extended to that. അപ്പം മാസ്റ്റർ എന്ത് ചെയ്യുന്നറിയാമോ? ആദ്യം എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കും. ഇൻവിറ്റേഷൻ കൊടുത്തതിന് ശേഷമായിട്ട് പറയും, ദിവസം ഞങ്ങൾ പിന്നീട് ഒരു ഇൻവിറ്റേഷൻ കൂടെ തരും. ആ ഇൻവിറ്റേഷനാണ് നിങ്ങൾ കല്യാണത്തിന് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. നമ്മുടെ ഇൻവിറ്റേഷൻ അതല്ല. നമ്മൾ ഡേറ്റും സമയവും കാര്യവും പരിപാടി എല്ലാം അത് അച്ചടിച്ച് കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത് ഇൻവിറ്റേഷൻ ആവശ്യമായിരിക്കുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഏൻഷ്യന്റ് വേൾഡിൽ ഇതല്ലായിരുന്നു, പ്രത്യേകിച്ച് യേശുവിൻ്റെ സമയത്തെ കാലത്ത്. കാരണം ഫസ്റ്റ് ഇൻവിറ്റേഷൻ കൊടുത്തതിന് ശേഷമായിട്ടാണ് ഇവര് കല്യാണ സദ്യക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുടെ ഒരുക്കങ്ങൾ നടത്തുന്നത്. The animals will be killed and the meat will be prepared, the vegetables will be prepared, and on the day of wedding, the actual invitation would be given to those who were invited first. And the master is so sure that those people who were invited for the first time would come for the feast, because accordingly they arranged the feast, the wedding feast here. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവിടെ സംഭവിച്ചത് ആദ്യ ഇൻവിറ്റേഷൻ കൊടുത്തതിന് ശേഷമായിട്ട് രണ്ടാമത്തെ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് 17th verse is very clear. വായിച്ചാണ് 17ാം വാക്യം. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോട്. ആരെ ഈ ക്ഷണിച്ചവര്? Who are these people who were invited? The first invited guest. അവർക്ക് ആദ്യം ഇൻഫർമേഷൻ കൊടുത്തു. There's a wedding. You have to come, and the actual day would be informed to you. നിങ്ങളെ അറിയിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുക്കത്തോടെ വരണം.
അപ്പോൾ ഈ 3 മനുഷ്യർ എന്താ ചെയ്യുന്നറിയാമോ? ദേ മെയ്ഡ് ലെയിം എക്സ്ക്യൂസസ്. ഈ എക്സ്ക്യൂസസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിത് കേൾക്കുമ്പോൾ ചിരിക്കും. പക്ഷെ നമ്മുടെ എക്സ്ക്യൂസും ഈ എക്സ്ക്യൂസും ഒക്കെ ഒരുപോലെ ഏതാണ്ടൊക്കെ സമമാണ്. കർത്താവിനുള്ള ബന്ധത്തിൽ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഏതാണ്ടൊക്കെ സമമായ എക്സ്ക്യൂസസ് ആണ്. പക്ഷേ ഈ എക്സ്ക്യൂസസ് കേട്ടപ്പോൾ പരീശന്മാർക്ക് വിഷമമുണ്ടായി. എന്താണെന്നറിയാമോ? they never admit that these excuses would be made. Why? Because this invitation was made so that the friendship should be maintained well. And when rejects this invitation, what would happen? There is a possibility for a war. There is a possibility for a conflict. The master will get angry. The people who were invited know that if they do not respond to the second invitation on the day of marriage, surely the master would get angry. Deliberately, it won't happen. So the Pharisees said that it is not something naturally happens. ഇതങ്ങനെ സംഭവിക്കുവാനായിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഇവരെ ആദരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ രണ്ടാമത് ഇൻവിറ്റേഷൻ ലഭിക്കുമ്പോൾ അവർ പോകുകയില്ല എന്ന് പറയുന്നത് നടക്കുന്ന സംഭവമേ അല്ല എന്ന ഈ കൂട്ടർ പറയുന്ന കാരണം അങ്ങനെ ലെയിം എക്സ്ക്യൂസസ് പറയത്തില്ല. പക്ഷെ ഇവർ പറഞ്ഞ ലെയിം എക്സ്ക്യൂസ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യു ഓൾ നോ എന്താണ് ലെയിം എക്സ്ക്യൂസസ്? ഒന്നാമത് ഐ ബോട്ട് എ പീസ് ഓഫ് ലാൻഡ്. ഞാനല്ല അപ്പോൾ സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലം ഒന്ന് കണ്ടു. അപ്പോൾ ഇവ നോക്കിയല്ലേ സ്ഥലം വാങ്ങിച്ചത് അല്ലേ? ബിഫോർ ഹി ബോട്ട് എ പീസ് ഓഫ് ലാൻഡ് ഹി എക്സാമിൻഡ് ഇറ്റ്, ഹി ലുക്ക്ഡ് ഇൻടു ഇറ്റ്. അത് നോക്കിയില്ല. എന്നിട്ട് ഈ ദിവസമാണ് ഇവനിത് എക്സ്ക്യൂസ് പറയാൻ കഴിയുന്നത്. ഇതെന്നും പോകാൻ ഒക്കും. ഹി ക്യാൻ എക്സ്റ്റെൻഡ് ദ ഡേറ്റ്. മറ്റൊരു ദിവസം ഇവന് നീട്ടിവെക്കുവാൻ കഴിയുകയില്ലേ? ഇവന് അത്യാവശ്യമുള്ള ഒരു കാര്യം. യേശു പറഞ്ഞ ഉപമയാണ്, ദൈവരാജ്യത്തോട് ബന്ധത്തിൽ പറയാണ്, ഇത് നിനക്ക് മാറ്റിവെക്കുവാൻ കഴിയുന്ന എക്സ്ക്യൂസ് അല്ലേ? ഇത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണല്ലോ. ഓക്കെ, വി അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് എ സീരിയസ് ഇഷ്യൂ, ഇഫ് ദർ ഇസ് എ സീരിയസ് പ്രോബ്ലം, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ റീസണബിൾ എക്സ്ക്യൂസ്. ബട്ട് this is not a reasonable excuse. When the invitation was made, you had to come to the wedding. ഇവിടെ ഇൻവിറ്റേഷൻ കൊടുത്തു. പക്ഷേ ഇവൻ പറയുന്ന എക്സ്ക്യൂസ് എന്താണ്? റീസണബിൾ എക്സ്ക്യൂസ് അല്ല. രണ്ടാമത് പറയുന്നത് bought 5 yokes of oxen. 5 കാളയെ കൊണ്ടു. 5 yokes of oxen. How many ox? 10 oxen. So he was a wealthy man. During that time, having 10 oxen is a wealthy man. അപ്പോൾ ഇവൻ സമ്പന്നനായ മനുഷ്യനാണ്. മറ്റവന് സ്ഥലം വാങ്ങിച്ചിരിക്കുകയാണ്. അവനും സമ്പന്നനായ മനുഷ്യനാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവന്റെ സമ്പത്ത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടസ്സമായി നിൽക്കുന്നു. ഇവന്റെ പൊസഷൻസ് ദൈവരാജ്യത്തുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നു. അവൻ ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ അവന് പ്രാധാന്യം മണ്ണാണ്. He gives priority to mud. He gives priority to earthly possessions. When the invitation was made, the kingdom of God must be priority in our lives, and we should not sacrifice the kingdom of God for the sake of earthly things. നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ് ആണ് ഇതല്ല. ക്ഷണം ലഭിക്കുമ്പോൾ പറയുന്ന എക്സ്ക്യൂസസ് ആണ്. എനിക്ക് പൊസഷൻസ് ഉണ്ട്, സമ്പത്തുണ്ട്, എനിക്ക് കാര്യങ്ങൾ നോക്കണം, അതുകൊണ്ട് നിന്റെ ക്ഷണത്തിന് എനിക്ക് വരുവാനായിട്ട് കഴിയില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസ്. നെക്സ്റ്റ് എക്സ്ക്യൂസ്, മാരേജ് വാസ് ഓവർ. എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എന്താ കാര്യം എന്നറിയാമോ? ദ വൈഫ് ഈസ് വിത്ത് മീ. അയ്യോ ഡിയർ വൺ, യു ബ്രിങ് യുവർ വൈഫ് ഓൾസോ. ദ മാസ്റ്റർ ഡിഡ് നോട്ട് ടെൽ യു നോട്ട് ടു ബ്രിങ് വൈഫ്. യു ബ്രിങ് വൈഫ്. നീ കല്യാണം കഴിച്ച പുതു മണവാട്ടിയും കൊണ്ട് പോരേ, അതിന് പ്രശ്നമൊന്നുമില്ല. നീ എന്താ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഈ വലിയ ഇൻവിറ്റേഷൻ നീ തിരസ്കരിക്കുന്ന? ഡോണ്ട് മിസ് ദി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണ്. ഒരിക്കലും നീ അത് തിരസ്കരിച്ച് കളയരുതേ എന്ന് പറയുകയാണ്. എന്താ ഇവിടെ? ബന്ധമാണ് ഇവന് വലുത്. ദ റിലേഷൻഷിപ്പ് ഈസ് സോ സീരിയസ് ഫോർ ഹിം ആൻഡ് ഹി ഡസ് നോട്ട് വാണ്ട് ടു റെസ്പോണ്ട് ടു ദി ഇൻവിറ്റേഷൻ ദാറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു ഹിം. അവന് കൊടുത്തതായ ആ ഇൻവിറ്റേഷനോട് അവൻ പ്രതികരിക്കുവാനായിട്ട് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം അവൻ്റെ ബന്ധങ്ങളാണ് ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഇവിടെ പൊസഷൻസ് പിടിച്ചു നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, ഇവിടെ ബന്ധങ്ങൾ പിടിച്ചു നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ ഇന്ന് പകൽ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും 1000 വിശുദ്ധന്മാരെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നു. അവർക്ക് ബന്ധമല്ലായിരുന്നു വലുത്, അവർക്ക് യേശുനാഥനായിരുന്നു വലുത്, അവർക്ക് സമ്പത്തല്ലായിരുന്നു വലുത്, അവർക്ക് യേശു കർത്താവായിരുന്നു വലുത്. യേശുവിൻ്റെ നാമത്തിനു വേണ്ടി സമ്പത്ത് ത്യജിച്ച എത്രയോ ആയിരങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ. യേശു കർത്താവിന് വേണ്ടി ബന്ധങ്ങൾ ഉപേക്ഷിച്ച എത്രയോ ആയിരങ്ങളുണ്ട്. അവർക്ക് the priority for them was the kingdom of God. They were ready to sacrifice their possessions for the sake of Jesus Christ. They were ready to sacrifice their relationship for the sake of Jesus Christ. And there were thousands and thousands of people who sacrificed everything earthly for the sake of Jesus Christ. I praise God for such people who sacrifice their lives, who sacrifice their possessions, who sacrifice their sources for the kingdom's sake. മനസ്സിലായ വചനോ? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ആ ബന്ധങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് യേശുവിൻ്റെ പുറകെ പോയതാണ്. സാക്രിഫൈസ് ചെയ്ത ദൈവമക്കൾ, മാതാപിതാക്കൾ ഇതിനകത്തുണ്ടല്ലോ. യേശു കർത്താവിന് വേണ്ടി പോയതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരില്ലേ പ്രിയവനിക്കുള്ളേ? സമ്പത്തുകളുടെ അപരാധം അനുഭവിച്ചവർ. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, they joyously suffered the loss of their wealth for the sake of Jesus Christ. അവർ സമ്പത്തുകളുടെ നഷ്ടം അനുഭവിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിച്ചതിൻ്റെ പേരിൽ വീടും കൂടും നഷ്ടവും ബന്ധങ്ങളും ഉപേക്ഷിച്ച് കളഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ഈ ക്രിസ്ത്യാനിറ്റിയുടെ മാർഗം ആയിരങ്ങൾ സാക്രിഫൈസ് ചെയ്ത മാർഗമാണ്. ഹലോ, ഇന്ന് പകൽ ഈ സാഹചര്യത്തിലായിരിക്കും ദൈവമക്കളെ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ ക്രിസ്ത്യാനിറ്റിയുടെ മാർഗമുണ്ടല്ലോ, ഒത്തിരി പേര് ജീവൻ വെച്ച മാർഗമാണ്. ഹല്ലേലൂയ. ഒത്തിരി പേര് ത്യാഗം അനുഭവിച്ച മാർഗമാണ്. ഒത്തിരി പേര് പട്ടിണി അനുഭവിച്ച മാർഗമാണ്. ഒത്തിരി പേര് കഷ്ടത അനുഭവിച്ച മാർഗമാണ്. ഒത്തിരി പേര് ജീവൻ വെച്ചു കൊടുത്ത മാർഗമാണ്. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് അവർ ജീവൻ വെക്കുവാൻ തയ്യാറായത്? അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഇത് സത്യമാർഗം, ഇത് നിത്യമാർഗമാണ്, ഇത് എന്നും നിലനിൽക്കുന്ന മാർഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവര് ഇതിനു വേണ്ടി ജീവൻ പണയം വെക്കുവാനിടയായി തീർന്നത്. പകൽ ഞാൻ പറയട്ടെ, ഈ മാർഗത്തിന് വേണ്ടി ആയിരങ്ങൾ വില കൊടുക്കുന്നു. അവർക്ക് പൊസഷൻസ് അല്ല വലുത്, അവർക്ക് ബന്ധങ്ങളല്ല വലുത്, ഉലകത്തിലെ സ്ഥാനമാനങ്ങളല്ല വലുത്, അവർക്ക് വലുത് യേശുനാഥനാണ്. അവർക്ക് മറ്റൊന്നും വേണ്ട. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ, ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ദ വേ യു ഫോളോ ഈസ് ദ വേ thousands of people have sacrificed their lives for. ആയിരങ്ങൾ കഷ്ടത അനുഭവിച്ച, ആയിരങ്ങൾ ത്യാഗം ചെയ്ത, ആയിരങ്ങൾ ജീവൻ മുടക്കിയ ഒരു മാർഗത്തിൻ്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും. ഈ വേദപുസ്തകം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്ന് പകൽ ഒരു കാര്യം വിശ്വസിച്ചോടാ, ഇതിനു വേണ്ടി ആയിരങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഓ ജീസസ്. അവർക്ക് മാതാപിതാക്കളല്ലായിരുന്നു വലുത്, അവർക്ക് ബന്ധങ്ങളല്ലായിരുന്നു വലുത്, അവർക്ക് കൂട്ടങ്ങളല്ലായിരുന്നു വലുത്. യേശു കർത്താവിനെ സ്വീകരിച്ചതിന് പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയ എത്രയോ പേരുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയാമോ? ഇത് നഷ്ടം സഹിച്ചവരുടെ മാർഗമാണ്. ഇത് ഉപദ്രവം സഹിച്ചവരുടെ മാർഗമാണ്. ഈ നാമത്തിന് വേണ്ടി ഗൗരവമായിട്ട് നിൽക്കുന്ന ദൈവമക്കൾക്കായ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെയും നിങ്ങളുടെയും അതേ ഗൗരവങ്ങൾ കളയരുത് പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ. അതുകൊണ്ട് ഈ മാർഗം സത്യമാർഗമായതുകൊണ്ട് ആയിരങ്ങൾ ഇതിനു വേണ്ടി ജീവൻ കൊടുത്ത മാർഗമാണ്. ഇന്ന് പകൽ അതിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. So today my question is, what is the price that we give to our spirituality? നമ്മുടെ ആത്മീയതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? What sacrifice we do for our spirituality? What pain do we take to maintain a strong relationship with the Master? Is spirituality a joke or a serious issue in our family, in our spiritual life?
ആത്മീയത നമുക്ക് ഗൗരവമുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. നമ്മൾ എന്തു വിലയാണ് ആത്മീയതയ്ക്ക് കൊടുക്കുന്നത്? നമ്മൾ പലപ്പോഴും ഇതിനെ നിസ്സാരമായി എടുക്കുന്നവരല്ല പ്രിയ സഹോദരങ്ങളെ. ഞാനും നിങ്ങളും ഇതെല്ലാം പലപ്പോഴും നിസ്സാരമായി എടുക്കുന്നു. പക്ഷെ ഞാൻ ആവർത്തിക്കട്ടെ, വില കൊടുത്ത മരണം വരിച്ച ഒരു കൂട്ടം ആളുകൾ നമ്മുടെ പിന്നിലുണ്ട്. ഈ മാർഗം അതാണ് പ്രിയ ദൈവമക്കളെ. So when we take a church, there are people who can be divided into two sections. One is the minimum doers and second group is the maximum doers. സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി മിനിമം കഴിക്കുന്ന കുറെ ആളുകൾ, മിനിമം ആൻഡ് മാക്സിമം ഡൂവേഴ്സ് ഇൻ ദി ചർച്ച്. ആൻഡ് there are examples in the Bible for the minimum doer and the maximum doer. Cain was the minimum doer and Abel was the maximum doer. Cain ചെയ്ത മിനിമം മതി. മിനിമം ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ള ചിന്തയായിരുന്നു കയീനുണ്ടായിരുന്നു. എന്നാൽ ഏബൽ അതായില്ലായിരുന്നു. ഏബൽ thought I have to bring the maximum, the best for the Lord. What is the difference between the minimum doer and the maximum doer? Is there any difference? വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. There is a difference between the offering Cain brought and the offering Abel brought. ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. നമ്മളൊരു ബഗറിന് കൊടുക്കുന്ന മനോബതയോടുകൂടി അത് ആ റെസ്പോൺസോട് കൂടിയാണോ, ആ വികാരത്തോടു കൂടിയാണോ നമ്മൾ ജീവിത പങ്കാളിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്? Is there a difference? Yes. When I give a gift to my life partner, my full heart will be there. It is not in the same attitude I give a gift to a beggar. There will be a difference. To a beggar I would give a minimum, but to my life partner, to my relative, I will give the maximum I can. There's a difference, dear ones. ഇതുപോലാണ് ആത്മീയ കാര്യങ്ങൾ നാം ചെയ്യേണ്ടത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടത് മിനിമം അല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടത് സകലത്തിനും മാക്സിമം ആയിരിക്കണം എന്നുള്ളത് ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. God does not want the minimum doers. God wants always the maximum doers. People who are ready to sacrifice for the Lord. അവിടെയാണ് പ്രിയ സഹോദരങ്ങളെ സ്നേഹം വെളിപ്പെടുന്നത്. The love is proven in the sacrifice that we do. Do you agree with me? എവിടെയാ സ്നേഹം വെളിപ്പെടുന്നത്? ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലേ? എവിടെയാ സാക്രിഫൈസ് സ്നേഹം വെളിപ്പെടുന്നത്? എവിടെയാണ്? Where there is sacrifice, there the love is manifested. ബർത്ത്ഡേക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. വെരി ഗുഡ്. ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ അത് സ്നേഹമല്ല. ദാറ്റ് ഈസ് യുവർ കെയർ ഫോർ യുവർ ലൈഫ് പാർട്ട്ണർ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബർഗർ മേടിച്ചുകൊണ്ട് വരുന്ന സ്നേഹമല്ല. ദാറ്റ് ഈസ് എ കെയർ ഫോർ യു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബാർബിക്യൂ മേടിച്ചുകൊണ്ട് വരുന്ന ഇറ്റ് ഇസ് നോട്ട് എ ലവ്. ഇറ്റ് ഷോസ് ദാറ്റ് യു കെയർ ഫോർ യുവർ ചിൽഡ്രൻ ആൻഡ് കെയർ ഫോർ യുവർ വൈഫ്. Where there is no sacrifice, there is no love. ത്യാഗമില്ലാത്തടത്ത് സ്നേഹമില്ല സഹോദരങ്ങളെ. I repeat, where there is no sacrifice, there is no love. You can care for the people, but you cannot love people unless you sacrifice something for him or her. Sometimes you may sacrifice your resources or sacrifice your time or sacrifice something that is so important in our lives. നിങ്ങൾ എഗ്രി ചെയ്യുന്നോ? എല്ലാവരും മിഴുക്കസിയാന്ന് വിളിച്ചിട്ട് സത്യമാണോ? സത്യമാണ്. സാക്രിഫൈസ് ഇല്ലാത്തടത്ത് സ്നേഹമില്ല. സാക്രിഫൈസ് ഉള്ളിടത്താണ് സ്നേഹം. God did not
show his love, telling you, I love you, I love you, I love you. Every day he says, I love you, I love you. But he demonstrated his love on the cross. അവൻ സ്നേഹം പറയുകയല്ലായിരുന്നു, സ്നേഹം വെളിപ്പെടുത്തുകയായിരുന്നു. സ്നേഹം വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹൗ ഡു വി പ്രൂവ് ദാറ്റ് യു ലവ് യുവർ ജീസസ്? നിങ്ങൾ എങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്? നിങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തുന്നത്? When you do some sacrifice for Jesus Christ, because he has proven his love for you, doing some sacrifice for you and me. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടാണ് യേശുനാഥൻ സ്നേഹം വെളിപ്പെടുത്തിയതെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, ത്യാഗമില്ലാത്തത് സ്നേഹമില്ല, ത്യാഗമില്ലാത്തത് സ്നേഹമില്ല. പക്ഷെ മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിച്ചു, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. the minimum doer killed the maximum doer. മനസ്സിലായോ? The minimum doer killed the maximum doer. What should happen? The minimum doer should encourage the maximum doer. പക്ഷെ ഇവിടെ ചെയ്ത് എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവര് മാക്സിമം ഡൂവറിനെ മിനിമം ഡൂവർ ഇല്ലാതാക്കി. നീ അങ്ങനെ സുഖിക്കണ്ട. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം സഭയോട് പറയുന്നു, കൊല്ലരുതേ, നശിപ്പിക്കരുതേ. മാക്സിമം ഡൂവറിനെ എല്ലായ്പ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരുവൻ കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്നറിഞ്ഞാൽ, അവൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്നറിഞ്ഞാൽ, അവൻ കർത്താവിന് വേണ്ടി ചെലവാക്കുന്നു എന്നറിഞ്ഞാൽ അവനെ വകവരുത്തിയല്ല വേണ്ടത്. അവനെ മാക്സിമം എൻകറേജ് ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തെ പണിക്ക് വേണ്ടി അവനെ ആവോളം ഉത്തേജിപ്പിക്കല്ല വേണ്ടത്. But sometimes we kill the maximum doer. നമ്മൾ മാക്സിമം ഡൂവറിനെ ഇല്ലാതാക്കുവാനാണ് ശ്രമിക്കുന്നത്, അവനെ വകവരുത്തുവാനാണ് ശ്രമിക്കുന്നത്. അത് ക്രിസ്ത്യാനിത്വമല്ല, അത് പൈശാചികമാണ്. കയീൻ അതാണ് ചെയ്തതെങ്കിൽ ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, we need maximum doers in the church. Do you agree with me? Do you agree with me? How many of you agree with me? ഞാൻ പറഞ്ഞൊരു സാരം, there are maximum doers for the Lord. കർത്താവിന് വേണ്ടി ഒത്തിരി കൊടുക്കുന്ന ആളുകളുണ്ട്. പൊസിഷൻ വാസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, റിലേഷൻ വാസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ജീസസ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അതുകൊണ്ട് അപ്പനെ അമ്മയും ഭാര്യയും മക്കളെ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. ബട്ട് വൺ തിങ്, ജീസസ് ഈസ് മോർ പ്രഷ്യസ് ദാൻ ദ റിലേഷൻ. ബന്ധങ്ങളൊക്കെ വളരെ വലുതാണ്. ഇതൊന്ന് പകൽ പ്രിയ ദൈവമക്കളെ മനസ്സിലാക്കണം. ഒരു നിമിഷം കണ്ണടച്ചേട്ടെ, എല്ലാ കണ്ണുകളടയട്ടെ, എല്ലാ കണ്ണുകളും. Lame excuses വരുത്തുന്നവരാണ് ഞാനും നിങ്ങളും. Let's all stand in the presence of the Lord. എല്ലാവരും തലകൾ മടക്കിയാട്ടെ. What can you do maximum for the Lord? Maximum for the Lord. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Respond to God's message. And ഈ മനുഷ്യന്റെ റെസ്പോൺസ് എനിക്ക് പറയുവാൻ സമയമില്ല. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്ഷണിക്കപ്പെട്ടവരാരും എൻ്റെ അത്താഴത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ക്ഷണിക്കപ്പെട്ടവരാരും എൻ്റെ അത്താഴത്തിൽ പ്രവേശിക്കുകയില്ല. പിന്നീട് ശ്രദ്ധിക്കും നിങ്ങൾ, പിന്നീട് എന്താണ് ചെയ്തത് മാസ്റ്റർ ചെയ്ത്? Listen, here, listen me one more time. Listen me. What this master did, he extended his invitation to those people who were invalid. എന്താ സ്ലേവ് ചെയ്തെന്നറിയാമോ? അവൻ തെരുക്കളിലേക്ക് പോയി. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ, അവൻ തെരുക്കളിലേക്ക് പോയി. ഇൻവൈറ്റഡ് ആയിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നു, അത് യഹൂദന്മാരായിരുന്നു. അവർ ക്ഷണം സ്വീകരിച്ചില്ല. മാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ എന്നോടുകൂടി അത്താഴത്തിൽ പങ്കുചേരുകയില്ല, ഈ രാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാത്തവരാണ്, നിങ്ങൾ മുൻഗണന കൊടുക്കാത്തവരാണ്, നിങ്ങൾക്ക് പൊസഷനാണ് വലുത്, നിങ്ങൾക്ക് റിലേഷനാണ് വലുത്. Go to the highways and byways, go to the street and invite those people whom you meet. അവരെന്ത് ചെയ്തു? നോക്കിയപ്പോൾ യാചകരെയും കുരുടരെയും മുടന്തരെയും എല്ലാം ക്ഷണിച്ചു. കം. മുടന്തരും അന്ധരും ഭാവികളുമായ ആളുകൾ വരികയാണ്. അവരുമായിട്ട് അത്താഴത്തിലിരുന്നത്. ഇന്ന് പകൽ ഒരു കാര്യം കൂടെ പറയാം, ക്ഷണിക്കപ്പെട്ട വന്നില്ലെങ്കിലും
അത്താഴം മുടങ്ങുകയില്ല, അത് വിരുന്ന് മുടങ്ങുകയില്ല, വിരുന്ന് നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സന്ദേശം മനസ്സിലായോ? ക്ഷണിക്കപ്പെട്ടവർ വന്നില്ലെങ്കിലും വിരുന്ന് മുടങ്ങുകയില്ല, വിരുന്ന് ഒരുങ്ങിയിരിക്കുകയാണ്. മുൻഗണന കൊടുക്കുന്നവർ അതിനകത്ത് പ്രവേശിക്കാം. The master will never cancel the feast. The celebration will go on, but those people who were invited will not be there. But those people who were invalid, who were not worthy to come to the kingdom of God, will be there to celebrate with the master. അതിനുവേണ്ടി ഇന്ന് പകൽ എത്ര പേര് ഒരുങ്ങിയിരിക്കുന്നു. ഓ മാർവലസ് ജീസസ്. ഒറ്റ വചനം കൂടെ. ഈ ക്ഷണിക്കപ്പെട്ടവരാരായിരുന്നു? യഹൂദന്മാരായിരുന്നു. Who were the people blind, lame and the crippled, tax collectors and sinners. ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു. എങ്ങനെ ഇൻവിറ്റേഷൻ ലഭിച്ചു? Prophets were sent to invite them, but they did not make a response. Hallelujah. Later John the Baptist was sent to invite them, but they killed him. അവരെ ഇൻവൈറ്റ് ചെയ്യുവാൻ പ്രവാചകന്മാരെ അയച്ചു, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. അവരെ ഇൻവൈറ്റ് ചെയ്യുവാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ അയച്ചു, അവരെ കൊന്നുകളഞ്ഞു. അവരെ ഒന്നും അവർ സ്വീകരിച്ചില്ല, ഇൻവിറ്റേഷൻ നടത്തിയില്ല. യേശു കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? പാപികളെയും ചുങ്കക്കാരെയെല്ലാം വിരുത്തി. അതും പോരാഞ്ഞിട്ട് പിന്നെ അവിടെ വായിക്കുന്നു, ഗോ ടു ദ ബൈവേ ആൻഡ് ഹൈവേ ആൻഡ് ഇൻവൈറ്റ് ദ പീപ്പിൾ ഹു ആർ ദോസ് പീപ്പിൾ. വി ആർ ദോസ് പീപ്പിൾ, ദ ജെന്റൈൽസ്. നമ്മളാണ് ബൈവേ ഹൈവേയിലും ഉണ്ടായിരുന്നവർ. ഇന്ന് പകൽ ദൈവരാജ്യ പ്രാധാന്യം കൊടുക്കട്ടെ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതിനകത്ത് വരുവാൻ ഒരു യോഗ്യതയില്ലാഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് എങ്ങനെ വന്നു കർത്താവേ? ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ സെലിബ്രേഷൻ മുടങ്ങുകയില്ല, സെലിബ്രേഷൻ ക്യാൻസൽ ചെയ്യുകയില്ല. സെലിബ്രേഷൻ വുഡ് ബി ഗോയിങ് ഓൺ. അതിനകത്ത് പങ്കാളികളാകുവാൻ കർത്താവേ ഇന്ന് പകൽ എന്നെയും കൂടെ ഒന്ന് സമർപ്പിക്കുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. ലോർഡ്